നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു മികച്ച അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്. ഈ അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക്, അതും അല്ലെങ്കിൽ 12ാം ക്ലാസ് പഠിച്ചവർക്ക്, അപ്പോൾ +2 പഠിച്ചവർക്കുണ്ട്, ഡിഗ്രി പഠിച്ചവർക്കുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചവർക്കുണ്ട്. ഇവർക്കെല്ലാമുള്ള മികച്ച അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്, അതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ. അപ്പം IOCയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഒരു മികച്ച അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷൻ 457 അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനുകൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മികച്ച അവസരമാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യാം, എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായി പറയും. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ഓപ്ഷനാണ്. IOCയുടെ പൈപ്പ് ലൈൻ ഡിവിഷനിൽ ആണ് അപ്രൻറ്റിസ്ഷിപ്പ് അപേക്ഷ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. പല റീജിയണലുകളായിട്ട് 457 ഓപ്ഷനുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഈസ്റ്റേൺ ഏരിയയിൽ 122, വെസ്റ്റേണിൽ 136, നോർത്തേൺ 119, സതേൺ 35 എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റേൺ 45 എന്ന രീതിയിലാണ് ഇവരുടെ ആപ്ലിക്കേഷനുകൾ വിളിച്ചിട്ടുള്ളത്. ഇതിനകത്ത് സതേൺ റീജിയണിലെ ഒഴിവുകൾ വന്നേക്കുന്നത് കർണാടകയിലും തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഒരു വർഷത്തെ അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇനി ഏതൊക്കെ ട്രേഡാണ് ഇതിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അസിസ്റ്റഡ് ഹ്യൂമൻ റിസോഴ്സ്, അക്കൗണ്ട്സ് ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പൊസിഷനുകളുണ്ട്, ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇത്രയും അധികം അവസരങ്ങൾ ഡൊമൈനുകളിലായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റൈഫൻഡ് നിയമാനുസൃതമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് ലഭിക്കും. സ്റ്റൈഫൻഡോട് കൂടിയുള്ള ഒരു അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. അതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ ഒരു സ്ഥാപനത്തിൻ്റെതാകുമ്പോൾ തീർച്ചയായിട്ടും അത് മികച്ച ഒരു സ്റ്റൈഫൻഡ് അവർ പ്രതീക്ഷിക്കാം എന്ന് മനസ്സിലാക്കാം. 12ാം ക്ലാസ്, ഡിഗ്രി, അതും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്രായം 18നും 24നും ഇടയ്ക്കായിരിക്കണം. ഇനി സംവരണ വിഭാഗത്തിലുള്ളവർക്ക് അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, കാരണം അവർക്ക് റിലാക്സേഷനുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനകത്ത് NATS അല്ലെങ്കിൽ NAPS പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പോർട്ടലിൽ അല്ലെങ്കിൽ പൈപ്പ് ലൈൻസ് പോർട്ടലുകളിൽ പോയി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ NATS NAPS ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ IOCയുടെ വെബ്സൈറ്റിൽ ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കണ്ടെത്താൻ അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിവരങ്ങൾ അറിയേണ്ട വെബ്സൈറ്റ് ഏതാണ് എന്നുള്ളത് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഫോർ ഇൻഫർമേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് ടു അപ്ലൈ വിസിറ്റ് എന്ന് പറഞ്ഞ് ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മാർച്ച് 3-ാം തീയതി 2025 മാർച്ച് 3, 3rd March 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുള്ളിൽ ഈ അവസരത്തിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ 10th കഴിഞ്ഞവർക്കും, +2 കഴിഞ്ഞവർക്കും, ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതൊന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ അവസരങ്ങൾ ഈ വീഡിയോസിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നൊരു തോന്നലുണ്ട് എങ്കിൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.